ഇന്ന് നമുക്ക് നല്ല നാടൻ കുമില് ഇട്ടിട്ടുണ്ട്. ഷോപ്പിൽ പലതരം കുമിലുണ്ടെങ്കിലും ഇതാണ് ഞാൻ നാടൻ എന്ന് പറയുന്ന കുമില്. കുമില് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതായത് നമ്മുടെ മഷ്റൂം. ഇത് നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ലുലു മാളിൽ നിന്ന് മേടിച്ചതാ. ഈ ടൈപ്പ് നാട്ടിൽ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാരണം നാട്ടിൽ നിന്ന് ഇതുവരെ ഞാൻ വാങ്ങിയിട്ടില്ല. പകൽ വരുമ്പോൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചുകൊണ്ട് വേറെ പണിയൊന്നുമില്ല, ഒന്ന് കഴുകി കറി വെക്കാന്നേ ഉള്ളൂ. പണ്ടൊക്കെ മുറ്റത്തുനിന്ന് കുമില് കിട്ടിയാൽ അന്നൊക്കെ നമുക്ക് പെരുന്നാൾ പുലി വരും. അന്ന് മാത്രമല്ല, ഇപ്പം ആണെങ്കിലും അതിന്റെ അവസ്ഥ. ആക്കാൻ എളുപ്പമാണെങ്കിലും വേവാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്, കാത്തിരുന്ന് കഴിക്കേണ്ടി വരും. ഇപ്പൊ പിന്നെ പണ്ടത്തെ പോലെ അടുപ്പത്ത് വെച്ചുള്ള പണിയൊന്നുമില്ല, എല്ലാം കുക്കറിൽ തന്നെ. കുക്കർ അടുപ്പത്താക്കി കുമിലിന് ബെസ്റ്റ് കോംബോ ആയിട്ടുള്ള ദോശ ഇടാനുള്ള ഏർപ്പാടിലാണ്. അടുപ്പത്താക്കിയ ശേഷമാണ് ഓർമ്മ വന്നത് ഉള്ളി ഇടാൻ വിട്ടുപോയി. കുമിലിന് ശരിക്കും പറഞ്ഞാൽ വലിയ ഡെക്കറേഷന്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഈ കാണുന്ന ഉള്ളി, ഇതൊക്കെ ഇട്ട് ഒരു 4 വിസിൽ. അത് കഴിഞ്ഞ് ഒന്നിക്ക കുക്കറിൽ തന്നെ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ മാറ്റിയത് ചട്ടിയിലേക്കാണ്. അങ്ങനെ ചട്ടിയിൽ മാറ്റി വറ്റി വരുമ്പോൾ കുറച്ച് കറിവേപ്പിലും കുറച്ച് ഓയിൽ വെച്ചാൽ സംഭവം റെഡി. സംഭവം നല്ല കുറുകി കുമില് മാത്രം കാണുന്ന രീതിയിൽ വരണം, അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. അതിന്റെ ഇടയിൽ നമ്മളെ കെട്ടുവനും എത്തിയിട്ടുണ്ട്. നിങ്ങളായിരിക്കും ഇവന് വത്തക്ക മാത്രമല്ലേ കൊണ്ടിരുന്നുള്ളൂ. ഈ വത്തക്കയിലോട്ട് അല്ലാണ്ട് എന്റെ വയറ്റിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും പോകുന്നില്ല എന്ന് ഫവാസ്കൊക്കെ നന്നായിട്ട്. തണുപ്പാലായതുകൊണ്ട് തന്നെ പച്ചവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല, എന്നാൽ ചൂടുവെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയാണ് എനിക്ക്. കറി ഒരു ഭാഗത്ത്, ദോശ ഒരു ഭാഗത്ത്, എന്നാലും തീറ്റയ്ക്കൊരു കുറവുണ്ടായിരുന്നു. കടലിട്ട് ഇപ്പം ക്യാമറ ഓൺ ആണെന്നുള്ള കാര്യം പോലും ഞാൻ മറന്നു, വെറുതെ എന്റെ സ്റ്റോറേജ് ഫുൾ ആക്കാൻ. പിന്നെ നമ്മുടെ കുമിലർ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ അതിൽ എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളെ തന്നെ ഇറക്കിയാൽ ഫവാസ്ക് ഇതൊക്കെ കഴിക്കൂന്നല്ലാണ്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. ഫ്രൂട്ട്സിൽ ജ്യൂസ് അടിച്ചിട്ടും വെറുതെ കഴിക്കാനൊക്കെ എനിക്ക് ഇഷ്ടം ബത്തക്ക തന്നെയാട്ടോ. പ്രഗ്നന്റ് ശേഷം കുറച്ചാൾ ബത്തക്ക തീരെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം ബത്തക്ക കഴിക്കൽ ചൂടാണത്ര. ഇപ്പാണ് കൂടുതലായിട്ട് കഴിക്കാൻ തുടങ്ങിയത്. പിന്നെ ഞാൻ നേരത്തെ പറയില്ലേ, ഫവാസ്ക് കുമിലിനോട് വലിയ താല്പര്യമൊന്നുമില്ല, അതുകൊണ്ട് ഒരു മുട്ട ആമ്പറ്റും കൂടി പൊരിച്ചു കൊടുത്ത്. പിന്നെ നമ്മൾ ഈ കുമിലറയും കൂടിയിട്ടുള്ള ദോശയും കിടക്കച്ച് ഇപ്പൊ എഴുതിയാക്കുമ്പോൾ കാണുമ്പോൾ തന്നെ വീണ്ടും പുതിയാണ്. അങ്ങനെ ഒരു വികാരമാണ് എനിക്ക് ഈ കുമില്. അപ്പോൾ ഓക്കെ, അടുത്ത ശേഷമായി വീണ്ടും കാണാം. ബൈ.